ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു വർത്തമാനം. ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്തകൾ. ഒടുവിൽ വെള്ളാപ്പള്ളിമാർക്ക് ആ ഭാഗ്യം ലഭിക്കുക തന്നെ ചെയ്തു. അവർ ദർശനം ലഭിച്ചു. ഇരുവരും പ്രധാനമന്ത്രിയെ കണ്ടു. കഴിഞ്ഞ തവണ കാണാൻ പോയതാണ്, പക്ഷേ ശ്രീകോവിൽ വരെ എത്താൻ കഴിഞ്ഞതേയുള്ളൂ. ദർശന സൗഭാഗ്യം ഉണ്ടായില്ല കഴിഞ്ഞ തവണ. അതിനാൽ അയ്യപ്പസ്വാമിക്ക് പകരം വാവരെ കണ്ട് മടങ്ങുന്നത് മാതിരി കഴിഞ്ഞ തവണ അമിത്ഷായെ കണ്ട് മടങ്ങേണ്ടി വന്നു ഇരുവർക്കുമെങ്കിൽ ഇത്തവണ അത് സംഭവിച്ചില്ല. ഇരുവരും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഇന്നലെ രാത്രി 8 മണിയോടെ കാണുകയുണ്ടായി. ഒരച്ഛൻ, ഒരമ്മ, ഒരു മകൻ, പിന്നെ ഒരു സിൽബന്തിയും, 4 പേരാണ് കണ്ടത്. ഈ കൂടിക്കാഴ്ചയോടെ ഇരുകൂട്ടരുടെയും ബന്ധം കൂടുതൽ ശക്തമായി, സമ്പന്നമായി, കൂടുതൽ അരക്കെട്ടുറപ്പിച്ചു. ഈ വാർത്ത നമുക്ക് തരുന്നത് ഹിന്ദു എന്ന പത്രം. ഒന്നാം പുറത്ത് സചിത്രമായാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ ചിത്രമടക്കമാണ് ഹിന്ദു നമുക്ക് ആ വാർത്ത തരുന്നത്. BJP SNDP ലിങ്ക്സ് മൂവ് ടു നെക്സ്റ്റ് ലെവൽ. അടുത്ത വിധാനത്തേക്ക്, അടുത്ത തലത്തിലേക്ക് ഇരുകൂട്ടരുടെയും ബന്ധം മുന്നോട്ട് സഞ്ചരിക്കുന്നു എന്നാണ് ഹിന്ദു പറയുന്നത്. ഹിന്ദു എന്ന പത്രത്തിനെ സംബന്ധിച്ച പ്രത്യേക പരാമർശം ഇപ്പോൾ നടത്തേണ്ടതുണ്ട്. കാരണം SNDPയുടെ ആഭിമുഖ്യത്തിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് കേരളത്തിൽ 3ാം മുന്നണിക്ക് നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ പാർട്ടി ഉണ്ടാകും എന്ന് ആദ്യം പറഞ്ഞത്, പ്രവചന സ്വഭാവത്തോടെ പറഞ്ഞത് ഹിന്ദു എന്ന പത്രമായിരുന്നു. ഹിന്ദു എന്ന പത്രം പറഞ്ഞതിന് ശേഷമാണ് മറ്റ് പത്രങ്ങൾ അത് ഏറ്റെടുത്തത്. ആ അർത്ഥത്തിൽ ഇത്തരം ഒരു പതനത്തിന്, ഇത്തരം ഒരു രൂപമാറ്റത്തിന് അടിസ്ഥാനമിട്ട, അടിവാരം ഇട്ട പത്രം ഹിന്ദു തന്നെയാണ്. അതുകൊണ്ടാണ് ഹിന്ദുവിനെ ഇന്നും പ്രധാന ചർച്ചയ്ക്ക് വിഷയീഭവിച്ചിരിക്കുന്നത്. ഈ കൂടിക്കാഴ്ചയോടെ ഇരുകൂട്ടരുടെയും ബന്ധം കൂടുതൽ ശക്തമായി എന്ന് നിരൂപിക്കുന്നു ഹിന്ദു. അതുമാത്രമല്ല, വെള്ളാപ്പള്ളി നടേശനും കുടുംബവുമായി നരേന്ദ്രമോദിക്ക് കുടുംബമില്ല. നരേന്ദ്രമോദിയും അമിത്ഷായുമായി സംസാരിച്ചപ്പോൾ ചർച്ച ചെയ്ത വിഷയങ്ങൾ എന്തൊക്കെ, അതും കൗതുകകരമാണ്. സംവരണം ഇതേമാതിരി തുടരാൻ കഴിയില്ല എന്ന് RSSൻ്റെ ഏറ്റവും മുതിർന്ന നേതാവ് പറയുകയുണ്ടായി. അതുകൊണ്ട് സംവരണത്തിൻ്റെ അവസ്ഥയിൽ അനിശ്ചിതത്വങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്ന നിലയ്ക്ക് പിന്നോക്ക വിഭാഗം സംരക്ഷണത്തിന് വേണ്ടി നിലപാടെടുക്കുന്ന സമയത്ത് സംവരണത്തെ സംബന്ധിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തു എന്നാണ് ഹിന്ദു പറയുന്നത്. സംവരണ വിഷയം ചർച്ചാ വിഷയമായി. സംവരണത്തെ സംബന്ധിച്ച് ആശങ്കയൊന്നും വേണ്ട. SNDPയുടെ ജനറൽ സെക്രട്ടറിക്ക് അക്കാര്യത്തിൽ യാതൊരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി വെള്ളാപ്പള്ളി നടേശന് ഉറപ്പ് കൊടുത്തു എന്ന് ഹിന്ദു പറയുന്നു. അതുകൊണ്ടും തീർന്നില്ല ഈ ചർച്ചയുടെ ഉള്ളടക്കം. കേരളത്തിൻ്റെ വ്യാവസായിക പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിന് പ്രത്യേക താൽപ്പര്യമെടുത്ത് പ്രത്യേക പണം അനുവദിക്കണം കേന്ദ്രം എന്ന ആവശ്യം വെള്ളാപ്പള്ളി മുന്നോട്ട് വെച്ചു. ഉടനെ തന്നെ അത് പരിശോധിക്കാം എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. അതുകൊണ്ടും തീർന്നില്ല. SNDPയുടെ ആഭിമുഖ്യത്തിൽ ഇപ്പോൾ നടക്കുന്ന സൂക്ഷ്മതല സാമ്പത്തിക സഹായ പദ്ധതിയുണ്ടല്ലോ, ആ പദ്ധതിയുടെ രൂപീകരണം, മുന്നോട്ടുള്ള പോക്കിന്, വികസനത്തിനുള്ള സഹായം വേണം എന്ന് പറഞ്ഞപ്പോൾ സംസ്ഥാന സർക്കാരുമായി ആലോചിച്ച് ചെയ്യേണ്ട ഒരു വിഷയമായതിനാൽ അങ്ങ് പറയുന്നത് സംസ്ഥാന സർക്കാരുമായി ആലോചിച്ച് വേണ്ടത് താൻ ചെയ്യാം എന്ന് പ്രധാനമന്ത്രി ഉറപ്പ് നൽകുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ ഇരുകൂട്ടരും ഏകദേശം സമാനമായ രീതിയിലിരുന്ന്, തുല്യ വിധാനത്തിലിരുന്നാണ് സംസാരിച്ചത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, തുടർന്ന് നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, ഒന്നിനു പിറകെ ഒന്നായി 2 തെരഞ്ഞെടുപ്പുകൾ വരികയാണ്. പക്ഷേ കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിന് കയ്യിൽ അധികം പണമില്ല. കേന്ദ്രത്തിന് നൽകാനും അതുകൊണ്ട് പണം കാണില്ല. പണം കണ്ടെത്താനാകാതെ സംസ്ഥാന നേതൃത്വം എന്ന ശീർഷകത്തിൽ മംഗളം എന്ന പത്രം അത് 1ാം പേജിലെ വാർത്തയാക്കിയിരിക്കുന്നു. ലെവി പിരിക്കാൻ കോൺഗ്രസ് ദേശീയ നേതൃത്വം ആവശ്യപ്പെട്ടിരിക്കുന്നു. കേന്ദ്രത്തിൽ നിന്നും പണപ്പെട്ടി വരാനിടയില്ല എന്നാണ് അർത്ഥം. അധികാരം പോയാൽ തിരിഞ്ഞു നോക്കില്ല ആരും. തിരിച്ചടിയായത് ബാറുടമകൾ പണം കൊടുക്കാത്തത് കൊണ്ടാണ്.
ബാറുടമകളുടെ പണം കൊണ്ടായിരുന്നു ജീവിച്ചു കൊണ്ടിരുന്നത്. ബാറുടമകൾ പണം കൊടുക്കാത്തതിന് അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. വിശ്വസിച്ച് കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. കാരണം പണം വാങ്ങുമ്പോൾ പറഞ്ഞതൊന്നും KM മാണി സാറോ കുഞ്ഞു സാറോ ബാബു സാറോ ഒന്നും നിറവേറിയിട്ടില്ല എന്ന് അവർക്കറിയാം. അതുകൊണ്ട് വീണ്ടും കൊടുക്കാൻ തയ്യാറല്ല. ആ അവസ്ഥയാണ് ഇപ്പോൾ കോൺഗ്രസിനെ ഭരിക്കുന്നത് എന്ന് ഷാലു മാത്യു പറയുന്നു കോട്ടയത്ത് നിന്ന്. കേന്ദ്രത്തിൽ അധികാരം നഷ്ടമായതോടെ സാമ്പത്തിക പ്രതിസന്ധിയിലായ കോൺഗ്രസ് ദേശീയ നേതൃത്വം നേതാക്കളിൽ നിന്നും അണികളിൽ നിന്നും ലവി പിരിക്കാൻ ഒരുങ്ങുന്നു. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ കൂടുതൽ പണം കണ്ടെത്തണമെന്നാണ് നിർദ്ദേശം. എന്നാൽ കേരളത്തിൽ ഇത്തരം ഫണ്ടുകൾ നൽകിയിരുന്ന ബാർ ഉടമകൾ പൂർണ്ണമായും മുഖം തിരിച്ചതോടെ ഫണ്ട് കണ്ടെത്താനാകാതെ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം പ്രതിസന്ധിയിലായി. പഴയ മാതിരി ഉത്സവാഘോഷങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പുകളെ എത്തിക്കാൻ ഇനി കോൺഗ്രസ്സിന് അത്ര എളുപ്പമല്ല എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. ഇനി ഇന്നത്തെ മുഖലേഖനങ്ങൾ. ഇസ്ലാമിക സ്റ്റേറ്റിന് അത് ഇസ്ലാമികമേ അല്ല അനിസ്ലാമികം എന്ന നിലയ്ക്ക് വ്യത്യസ്ത ഇസ്ലാമിക സംഘടനകൾ ഇന്ത്യയിലും കേരളത്തിലും വിശദീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എങ്കിൽ പോലും കഴുത്തറുപ്പൻ സംഘടനയായ IS-നെ എങ്ങനെയാണ് പ്രതിരോധിക്കേണ്ടത്? അതേ സംബന്ധിച്ച് ധാരാളം ചർച്ചകൾ നടക്കുമ്പോൾ മുംബൈ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസസിലെ അസിസ്റ്റന്റ് പ്രൊഫസർ S. മുഹമ്മദ് ഇർഷാദ് എങ്ങനെയാണ് ഇസ്ലാമിനെ ഇത് ബാധിച്ചിരിക്കുന്നത്, എങ്ങനെയാണ് ഇസ്ലാം ഇത് അതിജീവിക്കേണ്ടത്, എന്താണ് ഇന്ത്യൻ ഇസ്ലാമിൽ സംഭവിച്ചിരിക്കുന്ന ഭാവപ്പകർച്ച, പഴയ ദേശീയ മുസ്ലിം എവിടെ തുടങ്ങിയ കാര്യങ്ങളെ സംബന്ധിച്ച് ഗൗരവതരമായ ഒരു പരിചിന്തനം ഇന്ന് മാതൃഭൂമിയുടെ എഡിറ്റ് പേജിൽ ഒരു ലേഖനത്തിലൂടെ മുന്നോട്ട് വയ്ക്കുന്നു. കാണുക. ആ ലേഖനം ഇങ്ങനെ ആരംഭിക്കുന്നു: ഇസ്ലാം സമാധാനത്തിൻ്റെ മതമാണെന്ന് പറഞ്ഞാൽ ഇക്കാലത്ത് അത്ര പെട്ടെന്ന് അംഗീകരിക്കപ്പെടില്ല. അഥവാ ആരെങ്കിലും അങ്ങനെ പറഞ്ഞാൽ തന്നെ ഒരുതരം പ്രാഥമിക ജനാധിപത്യ ബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ അംഗീകരിക്കാം എന്നല്ലാതെ അതൊരു കാഴ്ചപ്പാടായി ആരും തന്നെ അംഗീകരിക്കില്ല. IS ഇസ്ലാമല്ല എന്നാദ്യം പറഞ്ഞത് അമേരിക്കൻ പ്രസിഡന്റ് ഒബാമയായിരുന്നു.